ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇപ്പം മഴയൊക്കെ ഒന്ന് തോന്നിയിരിക്കുകയായിരുന്നു. അപ്പം പുറത്തോട്ട് ഇറങ്ങി വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അടുത്ത മഴയൊക്കെ വരികയാണ്, മഴക്കോളൊക്കെ വരികയാണ്. ഇപ്പോൾ മഴയൊക്കെ ചെറുതായിട്ട് പൊടിഞ്ഞു തുടങ്ങി. അതൊക്കെ വിട്ടാലും നമുക്ക് ഇന്നത്തെ വീഡിയോയെക്കുറിച്ച് പറയാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സ്റ്റൈലസ് പെൻ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. വളരെ ചെറിയ ചിലവിൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ഈ സ്റ്റൈലസ് പെൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഫോണിനകത്തൊക്കെ വരയ്ക്കുന്ന കണ്ടിട്ടില്ലേ, ഈ ഒരു പേന കൊണ്ടൊക്കെ വരയ്ക്കുന്ന കണ്ടിട്ടില്ല, അതാണ് സ്റ്റൈലസ് പെൻ. അത് നമ്മുടെ വീട്ടിൽ തന്നെ വളരെ ചിലവ് കുറച്ച് എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് ഞാനിന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ആ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോകാം. ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ സ്റ്റൈലസ് പെൻ ഉണ്ടാക്കാൻ വേണ്ടി ആദ്യമായിട്ട് വേണ്ടത് ഒരു പേനയാണ്. തീർന്ന പേനയാണ്. ഞാൻ ഈ റീഫിലറൊക്കെ മാറ്റി വെച്ചു. പിന്നെ രണ്ടാമതായിട്ട് വേണ്ട ഒരു വയറാണ്, ഒരു കണ്ടക്റ്റിംഗ് വയർ. നിങ്ങൾക്ക് ഈ വയറിൽ നിന്ന് ആ ഇൻസുലേഷൻ കവറിങ് കളഞ്ഞിട്ട് വയറെടുക്കാവുന്നതാണ്. പിന്നെ മൂന്നാമതായിട്ട് പിന്നെ പഞ്ഞിയും കൂടെ വേണം. ഈ മൂന്ന് കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒരു സ്റ്റൈലസ് പെൻ ഉണ്ടാക്കാൻ കഴിയുന്നതാണ്. ഗൈസ്, അപ്പം ഇതിനായിട്ട് ഞാൻ ഈ പേനയുടെ ഫ്രണ്ട് വശവും ബാക്ക് വശവും തുറന്ന് വെച്ചു. അതിനുശേഷം നമുക്ക് ഈ ഒരു നമ്മൾ നേരത്തെ എടുത്ത വയർ എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാം. ഞാൻ ഈ വയറിലേക്ക് കൂടെ എടുത്തു. എന്നിട്ട് നമുക്ക് ഇങ്ങോട്ടൊരു ലോക്കിട്ട് കൊടുക്കുക. ഇത് നിങ്ങളുടെ പേനയ്ക്കനുസരിച്ച് നിങ്ങളൊരു ലോക്കിട്ട് കൊടുക്കണം. നിങ്ങൾ എടുക്കുന്ന പേനയ്ക്കനുസരിച്ച് വേണം ലോക്കിട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പഞ്ഞി എടുക്കാം. ഗ്യാസ് ഞാനിത് ചുരുട്ടി എടുത്തു. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കയറ്റി കൊടുക്കാം. ഇത് കയറുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊരു സ്ക്രൂ ഡ്രൈവർ, ഒരു ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ എടുത്ത് ഇതിൻ്റെ പുറകിൽ നിന്നൊന്ന് തള്ളി കൊടുക്കാവുന്നതാണ്. ഇപ്പുറത്ത് വന്നു. നല്ലോണം ചുരുട്ടി കൊടുക്കാം. ഇനി നമുക്ക് ഈ മേളത്തെ ഭാഗം ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഇത് ഫിറ്റായിട്ടുണ്ട്. നല്ലോണം ലോക്കൊക്കെ വീണിട്ടുണ്ട്. ഇപ്പം വിട്ടൊന്നും വരുന്നില്ല. ഇനി നമുക്കിത് പുറയിലും കൂടെ നന്നായിട്ടൊന്ന് ലോക്കിട്ട് കൊടുക്കണം. അതുകൊണ്ട് നമുക്ക് കുറച്ച് കറക്കിയൊക്കെ എടുത്തുകൊണ്ട് വരാം, ചുറ്റി എടുത്തുകൊണ്ട് വരാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മടക്കി വയ്ക്കാം. ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പേനയ്ക്കനുസരിച്ച് ഇങ്ങനെ ഒരു ലോക്കിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി കറക്കി കൊടുക്കാം. നന്നായി ലോക്ക് വീണിട്ടുണ്ട്. ഇതാ നമ്മുടെ ഈ വയറ് ശരിക്കും സ്ട്രോങ് ആയിട്ട് ഇരിക്കുകയാണ്. നമ്മുടെ സ്റ്റൈലസ് പെന്നിൻ്റെ ഏകദേശമുള്ള ഇതെല്ലാം നമ്മൾ ബിൽഡ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഗൈസ്, ഇതിൻ്റെ പഞ്ഞി കുറച്ച് എക്സ്ട്രാ ആയിട്ട് വരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് കട്ട് ചെയ്ത് കളയാം. ഇനി കുറച്ച് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ എടുത്തിട്ട് വരട്ടെ. ഗൈസ്, എന്നിട്ട് നമുക്ക് വളരെ കുറച്ച് വെള്ളം നമ്മുടെ കയ്യിൽ എടുക്കണം. നമ്മുടെ വിരലിലെടുത്താൽ മതി. ഇത്രയും വേണ്ട, കുറച്ച് മതി. കുറച്ച് വെള്ളമയത്തിനാണ്, അത് കണ്ടക്ട് ചെയ്യാനായിട്ടാണ്. അത് വെച്ച് നമുക്ക് പഞ്ഞിയിലേക്കൊന്ന് ഇന്ന് ഷേപ്പാക്കി കൊടുക്കുന്ന രീതിയിൽ ചെയ്ത് കൊടുക്കാം. ഗൈസ്, നമ്മുടെ സ്റ്റൈലസ് പെൻ റെഡി ആയിരിക്കുകയാണ്. ഇത് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അതായത് ടച്ചെല്ലാം ശരിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിത് ഉപയോഗിക്കുമ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഇത് ചെയ്യുമ്പോൾ എപ്പോഴും ഈ വയറിൽ നിങ്ങളുടെ ഒരു വിരലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ കയ്യിലെ ചാർജ് കണ്ടക്ട് ചെയ്ത് നമ്മുടെ സ്ക്രീനിലേക്ക് എത്തുകയുള്ളൂ. അങ്ങനെയാണ് ഈ ടച്ചൊക്കെ വർക്ക് ചെയ്യുന്നത്. ഗൈസ്, അപ്പം നമ്മുടെ ഈ സ്റ്റൈലസ് പെൻ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതൊന്നും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.